Say hello, welcome to our channel, The Willow Fortune 77 Tarot. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിന്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റീഡിങ്സ് ജനറലൈസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് എല്ലാവർക്കും റെസനേറ്റ് ആവണം എന്നില്ല. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക. അതുപോലെ തന്നെ ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ സിറ്റുവേഷൻസുമായിട്ട് ഈ ഒരു വീഡിയോനെ കണക്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ യൂട്യൂബിൽ നമ്മളിതൊരു ജനറൽ റീഡിംഗ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നുള്ളത്. സോ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളുമായിട്ടും നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഒരു 100% ഒന്നും ഒരു റെസനേറ്റും ആവില്ല. ഓക്കെ, സോ നമുക്ക് നോക്കാം നമ്മുടെ റീഡിങ്സ്. സോ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ചിന്തിക്കുക. 3 ടൈംസ് അവരുടെ നെയിം പറയുക. Divine, please guide me in the universe and the person, the current feelings. Give me a new energy. 9 of Wands energies ആണ് വന്നിട്ടുള്ളത്. സോ ഈ ഒരു എനർജീസിൽ ഫസ്റ്റില് നമുക്ക് സയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏരീസ്, ലിയോ, സജിറ്റേറിയസ് ഫയർ സൈൻ ഇവിടെ ആക്റ്റീവ് ആണ് കേട്ടോ. ഏരീസ്, ലിയോ, സജിറ്റേറിയസ്. ചാരി ഇരിക്കട്ടെ, ഭയങ്കര മടുപ്പ്. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സണൽ എനർജീസ് നോക്കുകയാണെങ്കിൽ ഇവർക്ക് വല്ലാത്തൊരു ഡിസപ്പോയിന്റ്മെന്റ് ആണ് ഈ ഒരു ടൈമിൽ ഫീൽ ചെയ്യുന്നത്. ബിക്കോസ് ഇവര് നിങ്ങളുടെ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ നിങ്ങളെന്നുള്ള ഒരു വ്യക്തിയുടെ ഒരു വളർച്ച ഈ ഒരു വ്യക്തിനെ നല്ല രീതിക്ക് ഇവർക്ക് കൊണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ നേരത്തെ ഇവരുടെ അടുത്ത് ചേസ് ചെയ്ത് നടക്കുന്നുണ്ടാവും, ഇവരുടെ പുറകെ ബെഗ് ചെയ്ത് നടന്നിട്ടുണ്ടാവും. പക്ഷെ ഈ ഒരു ടൈമിൽ ഇവരുടെ ആ ഒരു എനർജി മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള ആ ഒരു എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഡിവൈൻ ലവ് അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ എനിക്ക് തോന്നുന്നു മിക്കവരും ഒരു മദർലി ലവ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു മദർലി നേച്ചർ ആയിരിക്കാം നിങ്ങളുടെ. അപ്പൊ ഇവരെയും നിങ്ങൾ മദർലി ആ ഒരു എനർജി, ഒരു മദർ എന്നുള്ള ഒരു എനർജിക്കായിരിക്കാം നിങ്ങൾ ഇവരോട് ഒരു സ്നേഹവും വാത്സല്യവും ഒക്കെ കാണിച്ചിട്ടുള്ളത്. വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു സ്നേഹം. മൈക്ക് ഓൺ ആണോ? ഓക്കെ, നിഷ്കളങ്കമായിട്ടുള്ള ഒരു സ്നേഹമായിരിക്കും നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ അടുത്ത് കാണിച്ചിട്ടുള്ളത്. പക്ഷെ എങ്കിൽ ഇവർക്ക് ആ ഒരു നിഷ്കളങ്കമായിട്ടുള്ള സ്നേഹം മനസ്സിലാക്കാനായിട്ടോ നിങ്ങളുടെ ഒരു ആത്മാർത്ഥത മനസ്സിലാക്കാനായിട്ടോ ഒരിക്കലും ഈ ഒരു വ്യക്തിക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ പറ്റിയിട്ടുള്ള മറ്റൊരു തെറ്റെന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു എനർജീസ് ആണ് ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ ഈ ഒരു ടൈമിൽ വളരെ ഡിസപ്പോയിന്റ്മെന്റ് ആണ് ഫീൽ ചെയ്യുന്നത്. വളരെ ഒറ്റപ്പെട്ടിട്ടുള്ള ഒരു അവസ്ഥയാണ് ആൾക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഫൈൻ, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടാവും, ഫോർത്ത് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടാവും. ബട്ട് ഇവർക്കൊരു കംപ്ലീഷൻ ഫീൽ ചെയ്യുന്നതും ഒരു എന്താ പറയാ, ഒരു ഹോമി വൈബ് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ അടുത്ത് എന്തും തുറന്നു പറയാനുള്ള ഒരു ഫ്രീഡം ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാവും. പക്ഷെ ആ ഒരു ഫ്രീഡം ഈ ഒരു വ്യക്തിക്ക് ഇപ്പം ആയിരിക്കുന്ന സിറ്റുവേഷൻസിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തി ഇയാളുടെ ലൈഫിൽ ഇല്ല എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. 2 cards. First card, patience and energies like temperance. Second card is devil. See, devil card. Both cards, 2 കാർഡ്സ് ഒരുമിച്ച് വന്നിരിക്കുന്നത് കൊണ്ട് ബാക്കിയുള്ള കാർഡ്സുകളെല്ലാം ഒറ്റയടിക്ക് പോയി താഴേക്ക്. ഓക്കെ, ഓക്കെ. ഡെവിൽ കാർഡ് വന്നിട്ടുള്ളതിന് ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കണക്ഷനിൽ ഒരു ബാലൻസ് ഇല്ലാത്ത ഒരു ടൈമിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിൽ ചിന്തിക്കുന്നത്. ഈ ഒരു ടൈമിൽ ഈ ഒരു കണക്ഷനിൽ ഒരു ബാലൻസ് ഇല്ല. ബിക്കോസ് ഏതൊരു കണക്ഷൻസും മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ബാലൻസ് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഈ ഒരു വ്യക്തി ഒരു ബാലൻസ് ഈ ഒരു കണക്ഷനിൽ ഒരിക്കലും ചെയ്തിട്ടില്ല. എപ്പോഴും ഇവരുടെ ഒരു എനർജീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ഒരു മൊമെന്റിലാണെങ്കിലും ഇവർക്ക് ബെനിഫിറ്റ്സ് ഉള്ളിടത്ത് ഇവർ നിൽക്കുന്നത്. ഓക്കെ, ഇവർക്ക് ബെനിഫിറ്റ്സ് ഉള്ളിടത്ത് ഇവർ ഈ ഒരു മൊമെന്റിൽ നിൽക്കുന്നുള്ളത്. അവിടെ എനിക്ക് ബെനിഫിറ്റ്സ് ഉണ്ടാവണം. അതായത് അതിലിപ്പം ആൾക്കൊരു ടോക്സിസിറ്റി ആയിരിക്കാം, അല്ലെ അയാളെ ഒരു ഇമ്പോർട്ടൻസ് എന്നുള്ള ഒരു എനർജിയിൽ ആയിരിക്കില്ല ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ എന്നാലും ആൾക്കവിടെ ബെനിഫിറ്റ്സ് ഉണ്ട്. അതിപ്പോ മേ ബി ഇവരുടെ ഫാമിലി ആവട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആവട്ടെ, എന്തെങ്കിലും അതർ സിറ്റുവേഷൻസ് ആവട്ടെ. പക്ഷെ ഇപ്പൊ നിങ്ങളെ ചൂസ് ചെയ്യാതിരിക്കുന്നതിന് ഒരു മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻസിലും ഈ ഒരു വ്യക്തിക്ക് അവിടെ എന്താ പറയാ, ആ ഒരു എനർജിയിലെ ഈ ഒരു വ്യക്തിക്ക് അവിടെ ഒരു യൂസ് ഉണ്ട്, അവിടെ അവർക്ക് ഒരു ബെനിഫിറ്റ്സ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണം മേ ബി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ ഈ ഒരു വ്യക്തി നിൽക്കുന്നുള്ളത്. വേറൊരു എനർജീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഈ ഒരു ടൈമിൽ വല്ലാത്തൊരു ഒബ്സഷൻ ഫീൽ ചെയ്യുന്നുണ്ട്, ഭയങ്കരമായിട്ടൊരു ഒബ്സഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ലൈക്ക് ഒരു പാഷൻ അല്ലെങ്കിൽ ഒബ്സഷൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു എനർജി തന്നെയാണ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. കാരണം ഈ നമ്മളിപ്പം ലൈക്ക് ഇല്ല, നമ്മൾ ചില സമയത്ത് നമ്മൾ ഉള്ള ടൈമിൽ ചില ബന്ധങ്ങൾക്ക് വാല്യൂ കൊടുക്കുന്നുണ്ടാവില്ല. പക്ഷെ അത് ഇല്ലാത്ത ടൈമിൽ നമ്മൾ അതിന്റെ ആ ഒരു എനർജിക്ക് വേണ്ടി വല്ലാതെ ക്രേവ് ചെയ്യല്ലേ.
ആ ഒരു എനർജീസ് ഈ ഒരു ടൈമിൽ നിങ്ങളുടെ ഒരു ആബ്സെൻസ് ഈ ഒരു വ്യക്തിനെ വല്ലാണ്ട് അങ്ങൊരു പിടിച്ചു കുലുക്കുന്നുണ്ട് നന്നായിട്ട്. കാരണം അത് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ ഒരു പെയിൻ, നിങ്ങളുടെ ആ ഒരു ഇമ്പോർട്ടൻസ്, നിങ്ങളെ നഷ്ടപ്പെട്ടിട്ടുള്ള ആ ഒരു പെയിൻസ്. മേ ബി ആദ്യമൊന്നും ഈ ഒരു വ്യക്തിക്ക് ഒരു സങ്കടവും ഇല്ലായിരിക്കും, നഷ്ടപ്പെട്ടു പോയെങ്കിൽ, അല്ല അവള് പോയെങ്കിൽ പോയല്ല അവൻ പോയെങ്കിൽ പോയി, എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നുള്ളൊരു മെന്റാലിറ്റിയിലായിരിക്കും ആദ്യം ഇരുന്നിട്ടുള്ളത്. പക്ഷെ ഈ ഒരു ടൈമിൽ ആൾക്ക് ഭയങ്കരമായിട്ട് ലോസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്, നഷ്ടപ്പെട്ടു പോയി. അത് എനിക്കുള്ള ആ ഒരു സ്നേഹം, എന്നോട് ആ ഒരു വ്യക്തി കാണിച്ചിട്ടുള്ള ആ ഒരു സ്നേഹം, ആ ഒരു കെയർ, ആ ഒരു ബാലൻസ്, ഈ ഒരു കണക്ഷനിൽ അത് നഷ്ടപ്പെട്ടു പോയി. ഈ ഒരു ബാലൻസ് നഷ്ടപ്പെട്ടതിനെ കുറിച്ചിട്ട് ഓർത്തിട്ട് ഈ ഒരു വ്യക്തിക്ക് നല്ല സങ്കടമുണ്ട്. ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇല്ലാത്തതിനെ കുറിച്ചിട്ട് ഓർത്തിട്ട് ഈ ഒരു വ്യക്തിക്ക് നല്ല സങ്കടമുണ്ട്. പറഞ്ഞാലും ഇല്ലെങ്കിൽ അതിലൊരു റീസൺ ഇയാൾ തന്നെയാണെന്ന് ഓർത്താണ് ഇയാൾ ഇരിക്കുന്നുള്ളത്. അല്ലെങ്കിൽ ഇയാൾ തന്നെയാണല്ലോ, അല്ലെങ്കിൽ ഇവർ തന്നെയാണല്ലോ, അതിൽ റിഗ്രാറ്റ് ചെയ്യുന്നുണ്ട്. 2 കാർഡ്സ് കിട്ടിയിട്ടുണ്ട്. നൈറ്റ് ഓഫ് കോയിൻസ് ആൻഡ് സണ്ണിന്റെ എനർജീസ് ആണ്. എനിക്ക് തോന്നുന്നു ഇത്രയും കാലം ഈ ഒരു കണക്ഷനിൽ ഇപ്പൊ ഒരു സ്റ്റക്നെസ് ആയിട്ടുള്ള ഒരു എനർജീസിലായിരിക്കാം ഈ ഒരു കണക്ഷൻ നിന്നിട്ടുള്ളത്. പക്ഷെ ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്ന ഒരു എനർജീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റക്നെസ്, അല്ലെങ്കിൽ ഈ ഒരു കണക്ഷനിൽ ഇപ്പം ഈ ഒരു അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നുള്ള ഒരു എനർജി ഈ ഒരു കണക്ഷനിലില്ലേ, ഈ ഒരു എനർജി ചേഞ്ച് ചെയ്യണം എന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു എനർജി ചേഞ്ച് ആയിട്ട് ഈ ഒരു കണക്ഷനിൽ ഒരു അബൻഡൻസ് ഉണ്ടാവണം, ഒരു ഗ്രോത്ത് ഉണ്ടാവണം, ഈ ഒരു റിലേഷനിൽ ഒരു ചേഞ്ച് ഉണ്ടാവണം എന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം പക്ഷെ എത്രയൊക്കെ ഒരു ബാലൻസ് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോട് ഇവർക്കുള്ള ആ ഒരു ഫീലിങ്സ്, നിങ്ങൾ എത്രമാത്രം ഈ ഒരു വ്യക്തി നിങ്ങളിൽ ഒബ്സസ്ഡ് ആണ്, എത്രമാത്രം നിങ്ങളുടെ ഈ ഒരു വ്യക്തി അഡിക്റ്റഡ് ആണെന്ന് ഈ ഒരു വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒക്കെ ആ ഒരു എനർജീസ്. നിങ്ങൾ വളരെയധികം എന്താ പറയാ, ഒരു ക്യൂൺ ഓഫ് സോഴ്സിന്റെ എനർജിയിലാണ് നിൽക്കുന്നതെന്ന് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുള്ള ഈ ഒരു ടൈമില്. കാരണം ക്യൂൺ ഓഫ് സോഴ്സ് എന്താണ്, ഈ ഒരു എനർജി ഇപ്പൊ വന്ന് കണ്ടു കഴിഞ്ഞ് ഇപ്പൊ ഈ ഒരു വ്യക്തിയെ വിട്ടും എന്നുള്ള ഒരു മെന്റാലിറ്റിയിലാണ് നിൽക്കുന്നതെന്നുള്ളതാണ്. കാരണം ഒരുപക്ഷെ അതായിരിക്കാം, കറക്റ്റ് ആയിരിക്കാം. സോ ആ ഒരു എനർജീസിലാണ് ഇവിടെ നിൽക്കുന്നത്. ഒരു പക്ഷെ ചിലതൊക്കെ ഈ ഒരു എനർജി തന്നെ ആയിരിക്കും നിൽക്കുന്നുള്ളത്. കാരണം നിങ്ങൾ ഇപ്പൊ കണ്ട ഇപ്പൊ വിട്ടും എന്ന് പറഞ്ഞ ഒരു മെന്റാലിറ്റിയിലായിരിക്കും നിൽക്കുന്നുള്ള ഈ ഒരു വ്യക്തിയെ. കുറച്ച് പേരൊക്കെ ഇവിടെ റീഡിങ് കാണുന്നവർ നിങ്ങൾ വിഡോയാണ്. ആ ഒരു എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഐ ഡോണ്ട് നോ വൈ, ബട്ട് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒത്തിരി അധികം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. അപ്പം ഈ ഒരു റിലേഷൻഷിപ്പും കൂടി ആയപ്പോൾ നിങ്ങൾക്ക് അതൊരു ട്രോമയായിട്ട് മാറിയിട്ടുണ്ട്. ബട്ട് നിങ്ങൾക്ക് അതെല്ലാം ഓവർകം ചെയ്യാനായിട്ടുള്ളൊരു കഴിവുണ്ട്. ബിക്കോസ് യു ആർ സ്ട്രോങ് ഇനഫ്. അത്രയ്ക്ക് സ്ട്രെങ്ത് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലെ എല്ലാ സിറ്റുവേഷൻസിനെയും ഫീൽ ചെയ്യാനായിട്ടുള്ള. സ്ട്രോങ് ലേഡി, ഗുഡ്. ലവേഴ്സ് കാർഡാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പം ഫസ്റ്റില് നിങ്ങൾ എന്നോട് ചോദിക്കുന്നുണ്ടാവും, ലൈക്ക് ഇയാൾക്ക് ജസ്റ്റ് ഒരു ഒബ്സഷൻ മാത്രമേ ഉള്ളൂ, ഒരു അട്രാക്ഷൻ മാത്രമേ ഉള്ളൂ, ആ ഒരു എനർജി ഉള്ളൂ നിങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, നോ, ഇവർക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും നിങ്ങളോട് വലിയൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. സോൾ ലെവലിലും ഇവർക്ക് നിങ്ങളോട് ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവരെ ആർക്കെങ്കിലും ഡീൽ ചെയ്യാൻ പറ്റുന്ന, ഇവരുടെ ക്യാരക്ടറായിട്ട് ഒത്തുചേർന്ന് ആർക്കെങ്കിലും പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മാത്രമായിരിക്കും. വേറെ ആരും ഇയാളുടെ ഒരു ക്യാരക്ടറിന്, അല്ലെങ്കിൽ മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും ഇവരുടെ ഒരു ക്യാരക്ടറിന് മാച്ച് ആയിട്ട് പോകത്തില്ല. അപ്പം ആ ഒരു എനർജീസ് ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ ഈ ഒരു വ്യക്തിക്ക് ഒരു ബിഗ് റിഗ്രഷൻ ഉണ്ട് നിങ്ങളോട് ചെയ്തതിൽ. ലൈക്ക് നിങ്ങളുമായിട്ട് ലാസ്റ്റ് ടൈം വഴക്കോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനൊരു റിഗ്രഷൻ ഈ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നല്ല രീതിക്ക്. അവരുടെ മിസ്റ്റേക്ക് ആണെന്നുള്ള ഒരു റിയലൈസേഷൻ ഉണ്ട് ഇവർക്ക്. പ്ലീസ് ടൈം ചെയ്യുന്നു എന്റെ വ്യൂസിന്റെ കറന്റ് ഫീലിങ്സ് എന്താണ്. ലോൺനെസ് ആൻഡ് റൈറ്റ്നെസ്. ഒരു മേജർ ബ്രേക്ക് ത്രോ ആണ് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഈ ഒരു ടൈമിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ബ്രേക്ക് ത്രോയുടെ എനർജീസ് ടവർ മൂവ്മെന്റ് ആണ് കേട്ടോ. ഒരു ബ്രേക്ക് ത്രോ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു എനർജീസിന് ഇവിടെ പറയുമ്പോൾ ഒരു പൊട്ടിത്തെറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വലിയ കാര്യങ്ങൾ, ലൈക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറെ, നമ്മളിപ്പം ചില കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഓവർ തിങ്ക് ചെയ്ത് കുറെ കാര്യങ്ങളൊക്കെ വെക്കുമല്ലോ. എന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യക്തി ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് കുറെ കാര്യങ്ങൾ ഓവർ തിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ്, ഇങ്ങനെയാണ്, മറ്റേതാണ്, മറിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ആ ഒരു എനർജി സഡൻലി ബ്രേക്ക് ആയി. നിങ്ങളെ കുറിച്ചിട്ടുള്ള നല്ല ഒരു ബാഡ് ഇമേജസ്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷനെ കുറിച്ചിട്ടൊരു ഇയാളുടെ ഒരു വീക്ഷണം വളരെ മോശമായിട്ടുള്ളതായിരുന്നെങ്കിൽ ആ ഒരു എനർജി ഇവിടെ ബ്രേക്ക് ആയിട്ടുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് അതിൽ ആശ്വസിക്കാം. കാരണം ഇവർക്ക് നിങ്ങളെ നേരത്തെ നോക്കിക്കണ്ട രീതിയിലല്ല ഈ ഒരു ടൈമിൽ നോക്കിക്കാണുന്നത്. ഇവർ നിങ്ങളുമായിട്ട് ഒരു ഹയർ ലെവൽ ഓഫ് സോൾമേറ്റ് കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു എനർജീസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ ഈ റൈറ്റ്നെസിന്റെ എനർജീസ് ഒക്കെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കാർഡ്സ് ഇത് പറയുന്ന ഒരു മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഇപ്പം നിങ്ങളോട് ഈ ഒരു കണക്ഷനിൽ ഇയാൾ ഈ സൈലന്റ് ആയിട്ടിരിക്കുന്ന ഒരു മെയിൻ റീസൺ എന്ന് വെച്ചാൽ, ഫസ്റ്റ് റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഡൗൺ ആണ് നന്നായിട്ട്. സെക്കൻഡ് റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാള് യൂണിവേഴ്സിന് സറണ്ടർ ചെയ്തു, അല്ലെ ഡിവൈനിന് സറണ്ടർ ചെയ്തു എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ ഇപ്പം ഈ ഒരു കണക്ഷനിലാണെങ്കിൽ ഇതുവരെ ഒരു വർക്ക് ചെയ്യാത്തതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇതുവരെയും ഇത് വർക്ക് ആവാനായിട്ടുള്ള ടൈം ആയിട്ടില്ല. ടൈം ആവട്ടെ, കറക്റ്റ് ടൈം ആകട്ടെ, ആ ഒരു ടൈമിൽ ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എഫോർട്ട് എടുക്കാം, ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി വർക്ക് ചെയ്യാം എന്നുള്ള ഒരു തോട്ട്സ് ആണ് ഈ ഒരു വ്യക്തിക്ക് ഇവിടെ ഉള്ളത്. ലെറ്റിംഗ് ഗോ, ഇവര് ജസ്റ്റ് റീസെന്റ് ആയിട്ട് ഈ ഒരു കണക്ഷൻ ലെറ്റ് ഗോ ചെയ്തേക്കാണ്. കാരണം ഇവരുടെ ലൈഫിൽ കുറെ അധികം സിറ്റുവേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവര് ഈ ഒരു ടൈമിൽ ഇതിന് വേണ്ടിയിട്ട് ഒരു ഫോട്ടോ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നുള്ള ഒരു എനർജീസ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ബട്ട് ഇവർക്ക് ഇവരുടെ ഉള്ള ഒരു ഫീലിങ്സ്, ഇമോഷൻസ് നിങ്ങളെ കുറിച്ചിട്ട് വി ആർ ദി വേൾഡ് ആണ്. നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളിലാണ് ഇവർക്കൊരു കംപ്ലീഷൻ ഫീൽ ചെയ്യുന്നത്. നിങ്ങളിലാണ് ഇവർക്കൊരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ, ഫുൾഫിൽമെന്റ് ഫീൽ ചെയ്യുന്നത്. അപ്പം ഇത്ര കാലം ഈ ഒരു റിയലൈസേഷൻ ഈ ഒരു വ്യക്തിക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിക്ക് ഒരു റിയലൈസേഷൻ ഉണ്ടായിട്ടുണ്ട്. സ്ട്രെസ്, ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ, വലിയൊരു സ്ട്രെസ്സിലാണ് ഈ ഒരു വ്യക്തി ഉള്ളത്. ഭയങ്കരമായിട്ടും സ്ട്രെസ്സിലാണ്. ഇയാൾ വിചാരിക്കുന്നുണ്ടാവും ഇയാളുടെ കൂടെ നിൽക്കുന്നവരൊക്കെ വലിയ നല്ലവരാണ്, അല്ലെങ്കിൽ ഇയാളുടെ നല്ലത് കാണാൻ ആഗ്രഹിക്കുന്നത്. ബട്ട് അങ്ങനല്ല, ഇയാളിൽ എന്തെങ്കിലും ബെനിഫിറ്റ്സ് എക്സ്പെക്ട് ചെയ്തിട്ടാണ് അവർ നിൽക്കുന്നുള്ളത്. പക്ഷെ ഈ ഒരു വ്യക്തി അത് അറിയുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ഒരു 3 കാർഡ്സ് വന്നിട്ടുണ്ട്. അഡ്വൈസറിന്റെ കാർഡ് വന്നിട്ടുണ്ട്, ഷീസോഫേർണിയയുടെ കാർഡ് വന്നിട്ടുണ്ട്, ലിവ് ഇൻ ദ മൊമെന്റിന്റെ കാർഡ് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു 3 കാർഡ്സ് പറയുന്നതിന് മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ടൈമില് നമുക്ക് ചില സമയത്തൊക്കെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ തിങ്ക് ചെയ്ത് വെക്കുന്നത് തെറ്റായിരിക്കും. അപ്പം അതിന്റെ ആ ഒരു കാര്യം നമുക്ക് ബ്രേക്ക് ആയി പോകുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു മൊമെന്റില് നമ്മൾ എന്ത് ചെയ്യും, ചമ്മി, അതൊരു കാര്യം നമ്മൾ ചമ്മിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യമായിട്ട്, പക്ഷെ നമ്മൾ ആരെ അറിയിക്കത്തില്ല. ആ ചമ്മൽ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പതിയെ 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 എന്ത് ചെയ്യും, നമുക്കൊന്നും പറ്റിയിട്ടില്ല, നമ്മൾ ഓക്കെയാണ്, ഫൈനാണ് എന്നുള്ള ഒരു എനർജിയിൽ നിൽക്കും. അപ്പം അങ്ങനത്തെ ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ നിൽക്കുന്നത്. ഇവര് ട്രസ്റ്റ് ചെയ്തവരെല്ലാം ഇവരെ ബാക്കിൽ നിന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്തു, ഇവരെ പറ്റിച്ചു, ചതിച്ചു, അങ്ങനെ ഒത്തിരി പണികൾ ഇയാൾക്ക് കൊടുക്കുന്നുണ്ട്, സ്ട്രെസ് കൊടുക്കുന്നുണ്ട്. ബട്ട് എന്നാലും ഈ ഒരു വ്യക്തി മറ്റുള്ളവർ മുന്നിൽ കാണിക്കുന്നത് നോ, ഇപ്പോഴും ഞങ്ങൾ തമ്മിലുള്ള ബോണ്ടുകൾ വളരെ സൂപ്പറാണ്, അടിപൊളിയാണ്, എന്റെ ലൈഫിൽ പ്രത്യേകിച്ച് ഇത്രയും ഒരു ഇഷ്യൂസും ഇല്ല, ഭയങ്കര ഹാപ്പിയാണെന്നൊക്കെയാണ് കാണിക്കുന്നത്. ബട്ട് ആക്ച്വലി നോട്ട്, ആക്ച്വലി ഇറ്റ്സ് നോട്ട്. മൊറാലിറ്റി, ജസ്റ്റിസ് ആണ് ഈ കാർഡ് കേട്ടോ. അപ്പം ഈ ഒരു വ്യക്തി ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് നല്ലതും ചീത്തയായിട്ടുള്ള കുറെ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ടുള്ള മെമ്മറീസ്, മൊമെന്റ്സ്, നിങ്ങൾ വല്ല ഒരുമിച്ച് ഫംഗ്ഷൻസിന് വല്ല പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ടായിരിക്കും ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങളെ മീറ്റ് ചെയ്തപ്പോൾ തൊട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ഇവർക്ക് അതെല്ലാം ഇവരുടെ മൈൻഡിൽ വരുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഇവർക്ക് നിങ്ങൾ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ഫുൾ കാർഡാണ്. ഇത് ഗോയിങ് വിത്ത് ഫ്ലോ എനർജീസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി ഒരു ഗോയിങ് വിത്ത് ഫ്ലോയിലാണ് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു റിലേഷൻ. ഇവർക്ക് ആഗ്രഹം എന്താണ്, ഈ ഒരു കണക്ഷനിൽ സക്സസ് വേണം, നിങ്ങളുടെ അടുത്ത് റീകൺസൈൽ ചെയ്യണം, നിങ്ങൾ തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് ഈ ഒരു വ്യക്തിയുടെ മൈൻഡിൽ ഒത്തിരിയധികം ഇല്യൂഷൻസ് ഉണ്ട്. ഈ ഒരു ടൈമിൽ ഒരു ക്ലാരിറ്റി ഇല്ല, ക്ലിയർ ആയിട്ട് ഒരു തീരുമാനം, എന്ത് തീരുമാനം എടുക്കും ഈ ഒരു വ്യക്തിക്ക് അറിയുന്നില്ല. അങ്ങനത്തെ ഒരു എനർജീസിലാണ്. ഈ ഒരു വ്യക്തിക്ക് ഒരു ഹീലിംഗ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ ഒരു റിലേഷനിൽ ഒരു ചേഞ്ചസ് ഉണ്ടാവും, ഇവരും ആഗ്രഹിക്കുന്നുണ്ട് ചേഞ്ചസ്. ഇവരുടെ മനസ്സ് എപ്പോഴും ഇവരെ ഗൈഡ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്തായിട്ടില്ല എന്നുള്ള ഒരു എനർജി ഇവരുടെ മൈൻഡിലും ഗൈഡ് ചെയ്യുന്നുണ്ടാവും. സെയിം എനർജി നിങ്ങൾക്കും മനസ്സിൽ തോന്നുന്നുണ്ടാവും. എല്ലാവരുടെയും കാര്യമില്ല, ചില ആളുകൾക്കൊക്കെ. അപ്പം ഇതൊരു ഫേസ് ആണ് ഈ ഒരു റിലേഷൻഷിപ്പില്. ഇവിടെ ഒരു ഗ്രോത്ത് ഉണ്ടാവും, ഇവിടെ ഒരു ചേഞ്ച് ഉണ്ടാവും, ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടാവും. അപ്പം ഈ ഒരു ബ്രേക്ക് ത്രൂ ഇവിടെ ഈ ഒരു കണക്ഷനിൽ നടക്കേണ്ട ഇമ്പോർട്ടന്റ് ആണ്. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു ടൈമിൽ നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷൻ ഫേസ് വന്നിട്ടുള്ളത്. ബട്ട് വെരി സൂൺ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു കണക്ഷനിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ യൂണിവേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ ബിലീവ് ചെയ്യുന്ന ഡിവൈൻ പവർ നിങ്ങളെ മുന്നോട്ടേക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ടാവും എന്നുള്ള ഒരു എനർജീസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കോൺഷ്യസ്നെസ്, പോസ്റ്റ്പോൺമെന്റ് ആൻഡ് എക്സ്പീരിയൻസ്. ഈ 2 കാർഡ്സ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വ്യക്തി ഇപ്പോഴും പാസ്റ്റിൽ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ആ പാസ്റ്റിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് നമ്മൾ പറയത്തില്ലേ, നമുക്ക് റിഗ്രഷൻ വരും. പഴയതായിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ആരോടെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഈ ഒരു മൊമെന്റിൽ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നുണ്ടാവും. അപ്പൊ ആ ഒരു എനർജീസ് എനിക്ക് ഒരു വ്യക്തിയിൽ ഇവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഒരു പാസ്റ്റിൽ തന്നെ സ്റ്റക്കാണ്. പാസ്റ്റിൽ നിന്ന് മൂവ് ചെയ്താലേ ഇവിടെ ആക്ഷൻ വരുള്ളൂ. അപ്പം ആ ഒരു എനർജി, ആ ഒരു പെയിനെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എത്രമാത്രം ആ ഒരു പെയിനെ അനുഭവിച്ചിട്ടുണ്ടെന്ന് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. സോ അങ്ങനത്തെ ഒരു എനർജീസ് ആണ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. സോ നിങ്ങളുടെ പേഴ്സന്റെ എനർജീസ് ഇതായിരുന്നു. ഇവരുടെ മൈൻഡിൽ ഫുൾ ഉള്ളത് നിങ്ങളെ കുറിച്ചിട്ടുള്ള, നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള ആ ഒരു തെറ്റ്, നിങ്ങളുടെ ഇമ്പോർട്ടൻസ്, ആ ഒരു വാല്യൂസ് ഒക്കെ ഈ ഒരു വ്യക്തിക്ക് ഒരു മൊമെന്റിൽ മനസ്സിലാവുന്നുണ്ട്. സോ
ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദി ബെൽ ഐക്കൺ ഡോണ്ട് ഫോർഗെറ്റ്. അതുപോലെ തന്നെ പേഴ്സണലൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ചെയ്യാം ചെയ്യുക, കോൾ ചെയ്യേണ്ട കേട്ടോ. സോ താങ്ക് യു സോ മച്ച്.